അടിപൊളി മഷ്റൂം ബിരിയാണി വെച്ചാലോ മക്കളെ? കഴിച്ചു നോക്കിയാൽ നിങ്ങൾ പിന്നെയും പിന്നെ ഇത് ഉണ്ടാക്കും. ആദ്യം തന്നെ നമ്മുടെ റൈസ് പരിപാടിയാണ്. കുറച്ച് നെയ്യ് ഒഴിച്ച് നമ്മുടെ അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച റൈസ് ഒന്ന് അതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ഒരു പാൻ എടുത്തിട്ട് ജീരകം, കറുവപ്പട്ട, ഏലക്ക ഒന്ന് വാട്ടിയതിന് ശേഷം അതിലോട്ട് നമ്മുടെ അരിഞ്ഞ ഉള്ളി ഇട്ട് 1 ടേബിൾ സ്പൂൺ ഉപ്പും ലേശം തക്കാളി ഇട്ട് നന്നായി ഒന്ന് വാട്ടിയെടുക്കുന്ന നേരം കൊണ്ട് നമ്മുടെ ബിരിയാണി ചെമ്പിലേക്ക് ലേശം നെയ്യ് ഒഴിച്ച് കറുവപ്പട്ട, ഏലക്ക, കരയാമ്പ് ഇട്ടൊന്ന് ചൂടാക്കും. ഇനി അതിലോട്ട് കുരുമുളക്, പച്ചമുളക്, ബിരിയാണി മസാല ഇതെല്ലാം ഇട്ട് 4.5 കപ്പ് വെള്ളം അതിലോട്ട് ഒഴിക്കുക. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോ ലേശം ഉപ്പിട്ട് കൊടുത്ത് നമ്മുടെ ബിരിയാണി റൈസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അവിടെ നമ്മുടെ മഷ്റൂം മസാല ആയിക്കൊണ്ടിരിക്കുന്ന നേരത്തെ ലേശം ഇഞ്ചി, മഞ്ഞള്, മുളക്, മല്ലി, ബിരിയാണി മസാല, ഗരം മസാല ഇതൊക്കെ ഒന്ന് റെഡി ആക്കി വെക്കുക. എന്തിനാ ചിന്തിച്ചിരിക്കണേ? അതിലോട്ട് ഇട്ടോ. ഇനി നമ്മുടെ കൂണ് നന്നായി വാഷ് ചെയ്തതിന് ശേഷം അതിലിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. കൂണ് റെഡി ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള പരിപാടിയൊക്കെ വളരെ സിമ്പിൾ ആട്ടോ. നമ്മുടെ ബിരിയാണി ചെമ്പങ്ങട് തുറക്കുക. അതിലോട്ട് നമ്മുടെ ഉള്ളി മുപ്പിച്ചത് ഒരു ലെയർ ഇടുക, കഷ്ണന്റെയും ഉണക്കമുന്തിരിയും ഒരു ലെയർ ഇടുക, മഷ്റൂം മസാല ഒരു ലെയർ ഇടുക, ലാസ്റ്റ് ആ മല്ലിയില വെച്ച് അങ്ങ് ഡെക്കറേറ്റ് ചെയ്യും. സംഭവം റെഡിയാണ്. ഒരു പ്രാവശ്യം കഴിച്ചു നോക്കിയാണ്ടല്ലോ നിങ്ങൾ പിന്നെ ഉണ്ടാക്കി കഴിക്കും. അത്രയധികം ടേസ്റ്റ് ആട്ടോ. ടേസ്റ്റ് മാത്രമല്ല കിഡു സ്മെല്ലും കൂടിയാണ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ഓക്കെ, ബൈ.